ഹലോ 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 റേഞ്ച് ഹലോ ഹലോ സുധാരേട്ടാ നിങ്ങളെവിടെയല്ലേ എടാ പറയല ഞാൻ നിങ്ങളെ പറയേണ്ട മിച്ചത്തല്ലേ നിങ്ങൾ അങ്ങനെ ഇപ്പൊ KSBക്കാര് എന്നെ പിന്നെ ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ തന്നെ അടുക്കള ഡൈനിങ് ഹാളിലേക്ക് ഫുഡ് ഓർഡർ ചെയ്യുന്ന ഇപ്പൊ ഓൺലൈനായിട്ടാ നിങ്ങൾ കേൾക്കണം കഴിഞ്ഞ ദിവസം 299 രൂപയ്ക്ക് ഇനി അണ്ണാക്കിലേക്ക് എത്തിക്കാന്ന് ഇനി 28 ദിവസം എനക്ക് നിർമ്മാണിക്കാം അല്ല ഒരു കൊല്ലത്തിൽ എത്ര മാസമുണ്ട് 12 അല്ലേ നിങ്ങൾക്ക് 13 ആ ഈ മൊബൈൽ എങ്ങനെ കണ്ടുപിടിച്ചില്ലേ ഞമ്മളുണ്ടാക്കുകയും തുപ്പിട്ട് പറയാൻ അതിനിപ്പ എല്ലാ ബന്ധങ്ങളും പീനാത്തല്ലേ അങ്ങനെ പണ്ടൊക്കെ പയ്യോളി പോയി വരുമ്പോഴേക്കും എത്രയാണോടാ ലോക്യം പറയണ്ടേ ഇപ്പോ അത് ശരിയാ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഈ കുന്ത്രാടത്തിന്റെ അത് നിങ്ങളെന്ത് കാണിക്കാൻ ഒറ്റപ്പാടും പോളാക്കിട്ട് ഒരു മണിക്കൂർ ഒരൊറ്റ മണിക്കൂർ ഇതെങ്ങാനും നിന്ന് പോയാലും ലോകം മുഴുവൻ നിന്നു അല്ലാണ്ടെന്നാ ശരിയാ ആവശ്യം എന്റെ സുധാരേട്ടാ ഞാൻ നിങ്ങളെ കണ്ടൊരു അനുഗ്രഹം വാങ്ങാൻ വന്നത് അംഗത്തിനെക്കാളും വലിയ അംഗത്തിനാ സുധാരേട്ടാ ഞാൻ പോന്നെ നീ തെളിച്ച് പറടാ സുധാരേട്ടാ ഞാൻ എന്റെ 50ാമത്തെ പെണ്ണ് കാണാൻ പോവുക 50 നാരങ്ങ വെള്ളം കുടിച്ച് ഷുഗർ അങ്ങ് കയറി ആ ബ്രോക്കർ രാമകൃഷ്ണൻ ബസ് കൂടി കൊടുത്തു പണ്ടാറാണെങ്കിൽ ഒരൊറ്റ പോക്കിന് 1000 രൂപ പഹ എന്റെ അടുത്ത് വാങ്ങുന്നത് 1000 രൂപ എനിക്ക് മാരേജ് ബ്യൂറോ വഴി അത് വേറൊരു തട്ടിപ്പല്ലേ 2000 രൂപ കൊടുത്തിട്ട് വേണം ഇതിന്റെ അകത്ത് രജിസ്റ്റർ ചെയ്യാൻ എന്നാ എന്തെങ്കിലും നടക്കുക ഇല്ല ഇന്ന് കുട്ടിക്കെങ്കിലും പിടിച്ചാ മതി ശരിയാകടാ ഇനി ധൈര്യമായി പോടാ നിങ്ങളെ ഞാൻ എന്താണ് കാണിക്കുന്നത് അല്ല എനിക്ക് അനുഗ്രഹത്തിന്റെ കുറവ് കൊണ്ടാണ് പെണ്ണ് കിട്ടാത്ത പിന്നെ എനിക്ക് സർക്കാർ ജോലി ഇല്ലാത്തോണ്ടല്ലേ നിങ്ങളൊരുമാതിരി വന്ന വഴി മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് സർക്കാർ ജോലി ജയശ്രീച്ചിനെ കല്യാണം വെച്ചാൽ നിങ്ങൾ അച്ഛൻ കുഞ്ഞിരാമട്ടൻ തേരാപ്പുറം നടക്കാനല്ല പണി എന്നിട്ട് മൂപ്പറും കിട്ടിയില്ല പണിയാ എന്തിനേറെ പറയുന്നു വെറും പൂതറിയായി നടക്കുന്ന എന്റെ അച്ഛൻ കന്നാതെ മൂപ്പർക്ക് വരെ എന്റെ അമ്മേനെ കിട്ടി എടാ അതൊക്കെ ഏതാ കാലം അന്നൊക്കെ പെമ്പിള്ളേര് പുറത്തിറങ്ങി നിൽക്കല്ലേ ഇപ്പോ കാലത്തിന് ഞാനാണോ മാറ്റിയ അല്ല SSLC പരീക്ഷ 4 പ്രാവശ്യം ഞാൻ എഴുതി പാസ്സാവാത്തന്റെ പിന്നെ നിയമം മാറി ഇപ്പോഴാണെങ്കിൽ എഴുതിയും കൂടെ വേണം വെറുതെ അങ്ങനെ പോയാൽ ഞാൻ ഒന്നുമില്ലല്ലോ അന്തസരിയാ പഠിക്ക് പോകുന്നു അത് ശരിയാ സുന്ദരി ബസ്സിൽ കിളിയല്ലോ ഞാനും പക്ഷേ കിളി പോലെ തന്നെ പമ്പിളക്കങ്ങ് വിളിക്കുന്നില്ല നിങ്ങൾ കേൾക്കണം കഴിഞ്ഞ 49 പെണ്ണുകളെങ്കിലും ഞാൻ എന്റെ അച്ഛൻ്റെ അമ്മേന്റെ അനുഗ്രഹം വാങ്ങിച്ചാ ശരിയാവാ ഇങ്ങനെയൊക്കെ അറിഞ്ഞൂടെ രണ്ടും കണ്ടാ കിരി മാമ്പോ ഞാൻ ശരിയാവാനാ അല്ലടാ അതിന്റെ കഥയൊന്നും പറയണ്ടാന്ന് ഇന്നലെ ഗാന്ധി ജയന്തി അല്ലേ വിവരം ജാതി സാധാരണ ഇങ്ങനത്തെ ദിവസങ്ങളില് അറ്റ സ്റ്റോക്ക് ചെയ്ത് വെക്കും പക്ഷേ ഇന്നലെ മുപ്പരോട് മണഞ്ഞു പോയി ചക്ക ഒരു തുള്ളി കുടിക്കാൻ കിട്ടിയിട്ടില്ല അതിന്റെ പുകിലാ നിങ്ങൾ ഇന്നലെ വീട്ടിൽ കേട്ടാ തോന്നുന്നു എന്റെ അമ്മയായി ഗാന്ധി ഉണ്ടാക്കിയത് രമേശ ഞാൻ ഐഡിയ പറയട്ടെ നമുക്ക് മുപ്പറ ധ്യാനത്തിൽ അയച്ചാൽ എന്താ ധ്യാനത്തിൽ അച്ഛൻ എന്താടാ ധ്യാനത്തിന് അച്ഛനാ അച്ഛനാ എന്റെ സുധാരേട്ടാ ഞാൻ മൂപ്പരെ കൊണ്ടൊരിക്കൽ ധ്യാനത്തിന് പോയതാ കഞ്ഞാല് വെള്ളാന്ന് പറഞ്ഞ് മൂപ്പര് മൂപ്പര് കുടിച്ചതോ അങ്ങ് പോട്ടേന്ന് വെക്കാം ആടെയുള്ള 2-3 കുടിപ്പിച്ചെന്നെ കിടത്തി അവസാനോ അതിന്റെ പ്രശ്നം തീർക്കാൻ ഞാൻ പെട്ട പാട് എനക്കും കുറച്ചൊന്നും മാത്രമേ അറിഞ്ഞു രമേശ അതിനിപ്പം വെള്ളടിയൊക്കെ ഔട്ടായില്ലടാ അതിലും മുന്തിയ സാധനങ്ങളല്ലേ ഇപ്പോഴത്തെ പിള്ളേർ ഉപയോഗിക്കുന്നേ ശരിയാ കഴിഞ്ഞ ദിവസല്ലേ
നമ്മുടെ വേലായുധേട്ടൻ 9ാം ക്ലാസ് പഠിക്കുന്ന ചെറുക്കനെ പോലീസ് നോക്കിയത്. ഏത് നമ്മളെ വേലായിട്ട് സുരേഷിനാ? ആന്ന്. രമേശ, നമ്മുടെ നാട്ടിൽ നമുക്ക് ചുറ്റിലും അങ്ങനെ പലതും നടക്കുന്നുണ്ട്. നമ്മളൊക്കെ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം. ശരിയാ, നമ്മൾ എത്രയും പെട്ടെന്ന് വായനശാലയുടെ യോഗം വിളിക്കണം. എല്ലാ കുട്ടികളെയും യുവാക്കളെയും നിർബന്ധമായി അതിൽ പങ്കെടുപ്പിക്കണം. ഇനി ഒരു കാര്യം ചെയ്യുന്നതിന് നമ്മൾ മെമ്പർ ശശിമാഷോട് ഒരു യോഗം വിളിക്കാം. ശരിയാ, ഞാനെന്നാലേ വൈകുന്നേരം വരുമ്പോ ശശിമാഷെ കണ്ടിട്ടേ വരുള്ളൂ. ഞാനിപ്പോ പോവാണേ. രമേശ, ഞാനിത് പറയാൻ പറഞ്ഞു. നമ്മളെ അമൃതേന്റെ കല്യാണം